ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ്. അതായത് ഇന്നലത്തെ ഇഫ്താർ മീൽ തയ്യാറാക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇന്നലത്തെ ഇഫ്താറിന് ഞാൻ സ്നാക്സോ അല്ലെങ്കിൽ അങ്ങനെ ഡ്രിങ്ക്സോ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അതിന് പകരം ചോറും സാമ്പാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായിട്ട് നമ്മൾ ഈ സ്നാക്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കില്ല. അപ്പോൾ ചോറും സാമ്പാറൊക്കെ കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് കോളിഫ്ലവർ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനുള്ള കോളിഫ്ലവറാണ്. അപ്പം വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഇല്ല കേട്ടോ. സാമ്പാറിനൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ അതുപോലെ ഞാൻ സാമ്പാറിൽ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇടാറില്ല. മക്കൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസാണ് ഇടാറ്. കാരണം അവർക്ക് ഇഷ്ടമാണ് സാമ്പാർ കഴിക്കാൻ. പിന്നെ മുരിങ്ങക്ക ഇടാറില്ല കേട്ടോ. കാരണം മൂത്ത ആൾക്ക് മുരിങ്ങക്ക അലർജിയാണ്. അപ്പോൾ മോള് കഴിക്കുന്നതാണല്ലോ സാമ്പാർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുരിങ്ങക്ക ഇടാറില്ല. അപ്പോൾ സാമ്പാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറിൽ കുറച്ച് പരിപ്പ് കഴുകിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, സാധാരണ എടുക്കുന്നതിലും കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചക്കറികളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ക്യാരറ്റ്, ചിരങ്ങ, പൊട്ടാറ്റോ ഇത് മൂന്നും കൂടിയാണ് ഇപ്പോൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ അതിലേക്ക് വെന്ത ശേഷം ഞാൻ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സാമ്പാർ പൊതുവേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. ഇവിടെ മക്കൾക്കും ഹസ്ബൻഡൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണ രീതിയിലുള്ള സാമ്പാർ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തില്ല കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വരുന്നതിന് മുമ്പ് പ്രഷർ കുക്കർ ഓഫ് ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ചോറും റെഡിയായി. ഇനി സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവുന്ന ആ സമയം കൊണ്ട് മീനൊന്ന് കട്ട് ചെയ്തെടുക്കണം. മീൻ മത്തിയാണ് കിട്ടിയത്, ചെറിയ മത്തിയാണ് കിട്ടിയത്. അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് മത്തി വറുത്തത്. മീൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. വലിയ മീനൊക്കെ ആണെങ്കിൽ ഞാൻ മുറിച്ച് കൊണ്ടുവരാൻ പറയാറുള്ളൂ. ചെറിയ മീനൊക്കെ മുറിച്ചിട്ട് കൊണ്ടുവരാറില്ല. കാരണം നമ്മളിത് ഫ്രീസറിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ മുറിച്ച് വെക്കുമ്പം പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ മുറിച്ച് വെക്കാറില്ല, ഫ്രഷായിട്ട് മുറിച്ചെടുക്കാറാണ്. പിന്നെ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുകയാണ് ഇതുപോലെ നാടൻ ഭക്ഷണങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ഒരുപാട് ഷെയർ ചെയ്യണമെന്ന്. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് സ്വീറ്റ്സും ഡെസേർട്ട്സും ഒക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ നാടൻ വിഭവങ്ങളൊന്നും ഷെയർ ചെയ്യാത്ത കേട്ടോ. ഞാനിവിടെ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നതും ഇതുപോലത്തെ നാടൻ വിഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് റെസിപ്പീസായിട്ട് ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ മത്തി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതുപോലെ വരിഞ്ഞെടുക്കാം. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മത്തി അല്ല എന്നാണെങ്കിൽ ഒന്ന് വിനാഗിരിയിലൊന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ മീനിൻ്റെ ആ ഒരു മണം മാറി കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മത്തി. അപ്പോൾ നമുക്ക് ഈ മത്തി ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനിപ്പോൾ 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 3 ടീസ്പൂണ് നിറയെ മല്ലിപ്പൊടിയും കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല കട്ടിയിൽ തന്നെ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളമാക്കിയിട്ട് ലൂസാക്കി എടുക്കേണ്ട മസാല. എന്നിട്ട് അതിലേക്ക് നമുക്ക് മത്തി ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുക്കാം. നല്ല കട്ടിയിൽ വേണം മസാല, എന്നാലേ മീനിൽ നന്നായിട്ടത് ഒരു കോട്ടിങ് പോലെ വരുള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴും നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ.
അപ്പോൾ മീൻ മസാല തേച്ചത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചല്ലോ, അതെടുത്തിട്ട് ഇതുപോലെ ഓരോ ഫ്ലവറായിട്ട് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കതും ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു 1/2 ടീസ്പൂണൊക്കെ മതി, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതി മുളക് പൊടിയും ചേർത്തിട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റിലും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോളിഫ്ലവർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു വിസിൽ വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെണ്ടക്ക കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക, ബീൻസ് ഇതെല്ലാം ഈ സമയത്താണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഇനി പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക സാമ്പാർ പൊടി. ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള സാമ്പാർ പൊടി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ വെണ്ടയ്ക്കൊന്നും വെന്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് തക്കാളി, സവാള ഇതൊന്നും ചേർക്കാറില്ല കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സാമ്പാറാണ്, നല്ല തട്ടിക്കൂട്ട് സാമ്പാറാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിൽ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കോളിഫ്ലവർ എന്തായി നോക്കാം. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കോളിഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷായിട്ടും എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി അടുത്തതായിട്ട് മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒട്ടും സമയം കളയണ്ടല്ലോ. ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. എണ്ണ ഞാൻ ഒരുപാട് ചേർക്കരുത്. ഞാൻ മുമ്പത്തെ റെസിപ്പീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയിൽ ഫ്രൈ ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ മസാല ഒക്കെ ആ ഒരു എണ്ണയിൽ പോവും. അപ്പോൾ അതുകൊണ്ട് ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് എണ്ണയിൽ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ ഒട്ടും എണ്ണ ഇല്ലാണ്ടേയും പറ്റില്ല കേട്ടോ. പിന്നെ അതുപോലെ മീൻ ഒരു വശം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് മാത്രമേ അത് തിരിച്ചിട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ നമ്മളത് മീൻ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വശം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് മാത്രം അത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. സാമ്പാർ ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം മുകളിൽ ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്യാം. പിന്നെ മീൻ അതുപോലെ തന്നെ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതും ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. ഒന്നുകൂടെ തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഞാനവിടെ. അപ്പോഴേക്കും നമ്മുടെ കോളിഫ്ലവർ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു മരത്തിൻ്റെ എന്തെങ്കിലും സ്പാറ്റിലോ അല്ലെങ്കിൽ ഒരു ഇതുപോലെ ലാഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ മസാല കുറവാണെങ്കിൽ കുറച്ചുകൂടെ മസാല ചേർത്ത് കൊടുക്കുക. അതായത് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കാം. ഇനി ഞാനിതുപോലെ നടുവിൽ കുറച്ച് സ്പേസ് ആക്കിയിട്ട് അവിടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഈ കോളിഫ്ലവർ വേവിച്ച് വെച്ചത് വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കും ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ സാമ്പാർ ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി ഇത് കടുക് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ കോളിഫ്ലവറും റെഡി ആയിട്ടുണ്ട്, അതും നമുക്ക് അടച്ച് വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ മീൻ വറുത്തെടുത്തതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും റെഡിയായി. അതിൻ്റെ കൂടെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെണ്ടക്ക കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കടുകൊന്ന് വറുത്തിടണം ഈ സാമ്പാറിലേക്കുള്ള. പിന്നെ ഈ സാമ്പാർ, ചോറ്, അതിൻ്റെ കൂടെ മത്തി വറുത്തതും പിന്നെ വെണ്ടക്ക ഫ്രൈ, ഇത് നാലും ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമാണ്. പിന്നെ ഒരു പപ്പടം കൂടി വേണമായിരുന്നു. പപ്പടം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഫ്രൈ ചെയ്തിട്ടില്ല.
അപ്പോൾ എണ്ണ ഞാൻ അത്യാവശ്യം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാനിൽ എണ്ണ ചൂടായ ശേഷം ഞാനിപ്പോൾ വെണ്ടയ്ക്ക ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴേ മസാല ഒന്നും ചേർക്കുന്നില്ല. ഈ വെണ്ടയ്ക്ക ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷമാണ് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ വന്നാലേ നമുക്ക് ഈ വെണ്ടയ്ക്ക ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് കിട്ടുകയുള്ളൂ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല. വെണ്ടയ്ക്ക എപ്പോഴും ഉടഞ്ഞു പോകുന്നുണ്ടെന്നുള്ള കംപ്ലയിൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. മസാലപ്പൊടികൾ നമ്മൾ ഈ എണ്ണയിൽ ഈ വെണ്ടയ്ക്ക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെണ്ടയ്ക്ക അവിടെ ഫ്രൈ ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഒരു ചോറിൻ്റെ കൂടെയുള്ള ചെറിയൊരു സൈഡ് ഡിഷും കൂടി ഉണ്ടാക്കാം, പുളിങ്ങ ചമ്മന്തി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടക്കണം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക്. ഞാനിപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത്. വെണ്ടയ്ക്ക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി റെഡിയാക്കാനുള്ളത് ഒന്ന് കുത്തി ഉടക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈകൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നെങ്കിൽ ഒരു സ്പൂണ് യൂസ് ചെയ്യുക. കാരണം ചിലർക്കൊക്കെ ഈ മുളക് കയ്യിൽ തട്ടിയാൽ കൈയൊക്കെ ചുട്ടുപൊള്ളുന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് വരുമ്പോഴാണ് ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ വിട്ടു പോകണ്ട. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ എന്നാലും കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവില്ല ഈ ഒരു ചമ്മന്തി. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എണ്ണ മൊത്തം നമ്മൾ കഴിക്കേണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പാൻ ഒന്ന് ചെരിച്ച് വെക്കുക. അപ്പോൾ എണ്ണ എന്തായാലും താഴേക്ക് ഇറങ്ങി വരും. അത് കഴിഞ്ഞ ശേഷം അപ്പോൾ ഈ ഒരു സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാതെ ചൂടോട് കൂടിയിട്ട് തന്നെ ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും ഇഫ്താറിൻ്റെ ടൈം ആവാനായി. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കുവാണ്. ഒരു 2 ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇതുപോലെ ഉള്ളൊരു ടിപ്പ് അറിയുണ്ടാവും. അറിയാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നാരങ്ങ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് ആ തൊലി കളയണ്ട. അത് ഇതുപോലെ സുർക്ക അല്ലെങ്കിൽ വിനാഗിരിയിൽ ഇട്ട് വയ്ക്കുക. ഞാനിതിപ്പോൾ കുറേ ദിവസമായിട്ട് ഇട്ട് വയ്ക്കുന്ന ചെറുനാരങ്ങയുടെ തോടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ റമദാൻ മാസത്തിലൊക്കെ മിക്ക വീടുകളിലും ചെയ്യുന്നൊരു കാര്യമാണ് ഇതുപോലെ നാരങ്ങയുടെ തോട് വിനാഗിരിയിൽ ഇട്ട് വെക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരും പഞ്ചസാരയും വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ റമദാൻ പ്രിപ്പറേഷനിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, റമദാനിന് തൊട്ട് മുമ്പ്. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നാരി ഇതുപോലെ തിളപ്പിച്ച് വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തിളപ്പിച്ച് വെച്ചിട്ടുള്ള നന്നാരിയാണത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ഡ്രിങ്ക് ഉണ്ടാക്കാറ്. എന്നും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് ഉള്ള ഡ്രിങ്ക് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഇഫ്താറിന് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അതായത് സ്നാക്സോ ജ്യൂസോ ഒന്നും ഉണ്ടാക്കാതെ നേരെ നാരങ്ങ വെള്ളവും പിന്നെ ഫ്രൂട്ട്സും കഴിച്ചിട്ട് നോമ്പ് തുറന്നു. പിന്നെ നോമ്പ് തുറന്ന ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് സാവധാനം ചോറും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ചോറുണ്ട്. നോമ്പിന് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് സ്നാക്സും അങ്ങനത്തെ ഒരുപോലത്തെ വിഭവങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഈ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാൻ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു ആഗ്രഹം വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിലും അതും ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ വേറൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.